നിന്നെ വളർത്തിയ അമ്മയെ വേണം. 25 വർഷം നിന്നെ സ്നേഹിച്ച അപ്പനെ വേണം. അതോ ഇന്നലെ പല്ലടിച്ച് കാണിച്ച് ചെറുക്കനെ വേണം, കണ്ണടച്ച് കാണിച്ച് പെണ്ണിനെ വേണം? നിർദാക്ഷണ്യം അവർ പറഞ്ഞ അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട. ഇന്നലെ പല്ലടിച്ച് ചെറുക്കനെ. സ്ട്രോക്ക് വന്ന് വീണെന്ന് എഴുന്നേറ്റിട്ടില്ല. കാർഡിയാക്ക് വന്ന് വീണിട്ട് അപ്പം വീഴുന്ന കണ്ടിട്ട് അവൾ അവൻ്റെ കൊണ്ടു പോയി. മക്കളെ, കൊച്ചുകൾ ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ മോനെ ഇവിടെ കൊണ്ടു നിർത്തിയതുപോലെ, ഈ മോളെ ഇവിടെ കൊണ്ടു നിർത്തിയ പോലെ നിന്റെ അപ്പൻ ആഗ്രഹമുണ്ട്, നിന്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അന്തസ്സായി നിന്റെ കല്യാണം നടത്താൻ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പനെ കരയിപ്പിച്ചാണ്, അമ്മയെ വേദനിപ്പിച്ചാണ്, നിന്റെ കുടുംബത്തെ അപമാനിച്ചാണ്, സഭയുടെ ഫല പിടിപ്പിച്ചാണ്. ഇപ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ കുറിച്ചിട്ടുണ്ട്. ഇവിടെ ദേവദാസൻ പറഞ്ഞു, കുടുംബം ഭവനം 2 പദങ്ങളുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ വനത്തിൽ ഒന്നൊന്നിനെ കീഴടക്കുന്നു, ഒന്നൊന്നിനെ ആക്രമിക്കുന്നു, ഒന്നൊന്നിനെ ഇരയാക്കുന്നു. നിങ്ങളുടേത് വനമാണോ ഭവനമാണോ? ചിന്തിക്കുക. പ്രശസ്തനായൊരു മനുഷ്യൻ, ഒരു IAS ഓഫീസർ, ആരോ എഴുതിയ ഒരു കുറിപ്പ് ഒരു പ്രസിദ്ധ മാസികയിൽ പ്രസിദ്ധിച്ചു. ഞാനത് കോപ്പി ചെയ്ത് വെച്ചു. കേൾക്കണോ? അയാൾ ഭാര്യയെ കുറിച്ച് പറഞ്ഞതാണ്. പവിത്രമായൊരു പ്രണയം പറഞ്ഞു തരുന്നൊരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ, അതാണ് ഭാര്യ. മക്കളും ഭർത്താവ് ഉറങ്ങിയതിനു ശേഷം ഉറങ്ങി അലാറം അടിക്കും മുമ്പ് ഉണരുന്നൊരു വ്യക്തിയുടെ വീട്ടിൽ, അതാണ് ഭാര്യ. ശരിയല്ലയോ? പുറത്തുപോയാൽ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോട് കാത്തിരിക്കുന്നൊരു ഹൃദയമുണ്ട് വീട്ടിൽ, അതാണ് ഭാര്യ. ദൈവത്തോടുള്ള സ്വകാര്യം പറച്ചിൽ സ്വന്തം കാര്യം പറയുവാൻ മറന്നു പോകുന്ന ഒരാളുടെ വീട്ടിൽ, അതാണ് ഭാര്യ. ഭർത്താവ് യാത്ര പറഞ്ഞിറങ്ങുന്ന പടികളിറങ്ങുന്ന ഉറങ്ങുമ്പോൾ മൂകനമ്പരം അനുഭവിക്കുന്ന ഒരു മാലാഖയുടെ വീട്ടിൽ, അതാണ് ഭാര്യ. ഈ ഭാര്യയെ കുറിച്ച് മക്കൾക്ക് പറയാനുള്ളത് ഏറ്റവും മികച്ച കോടതിയാണ് അച്ഛൻ. എന്നാൽ ആ കോടതിയിൽ എത്ര വലിയ വിധികളെയും മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു വക്കീൽ വീട്ടിലുണ്ട്, അതാണ് അമ്മ. ഇതിനാണോ നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഭാര്യയാണോ നിങ്ങൾ? അലറുന്ന ഭാര്യയാണോ നിങ്ങൾ? കലഹക്കാരത്തിയാണോ? ശണ്ട കൂടുന്നവളാണോ? മൂശാട്ടയുള്ളവൾ? ചിന്തിച്ചോണം, എങ്ങനെയാ നിങ്ങളുടെ ജീവിതം? ഞാൻ വളരെ പ്രശസ്തരായ ഒത്തിരി ഈ 20-ാം തീയതിക്കുള്ളിൽ 15 ചരസും LSD ഒക്കെ വരുന്നത്. കഞ്ചാവടിക്കുന്നവന്റെ ഭാര്യയാകരുത് കേട്ടോ. മക്കളെ കെട്ടിച്ചില്ലേലും വേണ്ടില്ല, ഒരു ദൈവഭക്തന്റെ ഭാര്യയാകുന്നത് ഭാഗ്യമാണ്. പ്രാർത്ഥിക്കുന്നവന്റെ വളരെ ഭാഗ്യമാണ്. എല്ലാവരെയും വീഡിയോ വലിച്ചെന്ന് വെച്ചാൽ എന്നാ കുഴപ്പം? സിഗരറ്റ് വലിച്ചോണ്ട് എന്നാ കുഴപ്പം? നരകത്തിൽ പോകും. ഞാൻ പറഞ്ഞ നിങ്ങൾ നരകത്തിൽ പോകുന്ന അറിയില്ല. നിങ്ങൾ അടുത്ത് വരുമ്പോഴേ നിങ്ങളുടെ വായി നരകത്തിന്റെ വാടക. മക്കളെ, സമയം പോയി. എനിക്കറിയാം കോട്ടയത്തു നിന്നാണ് വന്നത്. ഈ സാധാരണ ഞങ്ങളുടെ മ്യൂറീസെ കുറിച്ച് പറയും, താമസിച്ച് വരുമ്പോൾ നമുക്ക് ഈ പതിവായി താമസിക്കുന്ന ടെൻഷനോട് മാറി. താമസിച്ച് വരുന്നൊരു കൊച്ചനോട്, സ്കൂളിൽ വരുന്നൊരു കൊച്ചനോട് അധ്യാപകൻ പറഞ്ഞു, നിന്റെ ശിക്ഷ നീ തന്നെ പറയാം. അവൻ പറഞ്ഞു, എന്നെ ഇന്ന് 1 മണിക്കൂർ നേരത്തെ ഇടണം. നമ്മൾ താമസിച്ച് വന്നാലും നമുക്ക്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ അഭിനയമല്ല ജീവിതം. നമ്മളെല്ലാം കാണുന്ന അഭിനയമാണ്. പരസ്യങ്ങളിൽ നമ്മൾ കാണുന്ന, അഡ്വർടൈസ്മെന്റിൽ നമ്മൾ കാണുന്നത് ഒരു തലവേദന കൊണ്ട് അങ്ങോട്ട് പൊളയുന്നു. പരസ്യ അഡ്വർടൈസ്മെന്റ്, ഓ തലവേദനയോ, ക്രോസിനുണ്ടല്ലോ, പെട്ടെന്ന് ഒരു ക്രോസിനെടുത്ത് കഴിക്കുന്നു, തലവേദന വന്നു കിടക്കും. ഒരാൾ കടഭാരം കൊണ്ട് ഇങ്ങനെ ഭാരപ്പെടുന്നു. അപ്പൊ ഒരു കമ്പി വീശക്കാരൻ ഒരു ബാഗൊക്കെ പിടിച്ച് അതിനോടൊക്കെ ഇട്ട, കടഭാരമോ, LIC ഉണ്ടല്ലോ. വന്ന് കയറി LIC ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കോ കുഞ്ഞെ, യഥാർത്ഥ ലോകത്ത് 1 അല്ല 10 ക്രോസിംഗ് കഴിച്ചാലും തലവേദന പോകുന്നില്ല. യഥാർത്ഥ ലോകത്ത് 1 അല്ല 10 LIC എടുത്താലും കടം മാറണമെന്നില്ല. റിയൽ ലൈഫും അനുഭവം അഭിനയവും രണ്ടാണ്. അല്ലെങ്കിൽ അഭിനയിക്കുകയാണ്. കേരളത്തിലെ കുടുംബങ്ങളെ 3ആയി തിരിക്കുന്നു. ഒന്ന്, നീറിപ്പുകയുന്ന കുടുംബങ്ങൾ.
2 തകർന്നു പോയ കുടുംബങ്ങൾ, 3 സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ. നീറിപ്പോകുന്ന കുടുംബങ്ങൾ 60%, തകർന്നു പോയ കുടുംബങ്ങൾ 30%, സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ 10%. 100 വീടെടുത്താൽ 10 വീടുള്ള സ്വസ്ഥതയുള്ളത് അതേതെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെട്ടവരുടെ കൽപ്പനയനുസരിച്ച് വീടാണ്. ബൈബിൾ പറയുന്നു, നീതിമാന്റെ വീട്ടിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുയരും. ദൈവഭക്തന് 2 നില കെട്ടിടമില്ലെങ്കിലും, AC റൂം ഇല്ലെങ്കിലും, മാർബിൾ തറയില്ലെങ്കിലും, നിന്റെ ചെറ്റക്കുടിയിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. നമ്മുടെ കൈവെക്ക് ദൈവം സ്തോത്രം പറഞ്ഞു. അത് 90% ഇതല്ല. പിന്നെ ഇന്ന് കാണുന്നതെല്ലാം അഭിനയമാണ്. ഒരു എഴുത്തുകാരൻ എഴുതി കാണുന്നതൊക്കെ അഭിനയമാണ്. ഒരു വീട്ടിൽ താമസിക്കുന്നു, ഒരു കാറിൽ പോകുന്നു, ഒരു സ്കൂട്ടറിൽ പോകുന്നു, നമുക്ക് തോന്നുന്നു വലിയ സ്നേഹമാണ്. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവോടൊരു മനഃശാസ്ത്രത്തിനെ കാണാൻ പോയി. മേളത്തെ നിലയിലാണ് ഓഫീസ്. അപ്പൊ ഈ സ്ത്രീ അവിടെ ഇരിക്കുമ്പം താഴോട്ട് നോക്കുമ്പം അവിടെ കൂട്ടുകാരിയും ഭർത്താവും ഒരു സ്കൂട്ടറിൽ പോകും. ഭർത്താവ് സ്കൂട്ടർ ഓടിക്കുന്നു, ഭാര്യ പുറകിൽ ഇങ്ങനെ വള്ളക്കി കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ദൈവമേ ഇപ്പോൾ ഒരു കുടിഞ്ഞ സ്നേഹമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും കയറി അവിടെ വന്നു. ഇവിടെ വന്ന് കയറിയപ്പോൾ നിങ്ങളുടെ തമ്മിൽ എന്തോ സ്നേഹമാണ്. ഞാനിവിടെ നിന്ന് ഓണ്ട് കുശുമ്പൂത്തുകാരുന്നു. നീ എന്തിൻ്റെ ഭർത്താവിൻ്റെ വള്ളക്കി പിടിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് ഞാൻ എന്നെ സ്കൂട്ടറെ കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ തന്നെ മാറ്റിയിരുത്തത്തുള്ളൂ. അവിടെ പറഞ്ഞ എൻ്റെ ഇടയിൽ ഞങ്ങൾ വലിയ വലിയ സ്നേഹമൊന്നും ആയിട്ടല്ല. ഗാഡി സ്കൂട്ടർ എടുത്ത ശേഷം 3 തവണ എന്നെ തള്ളിയിട്ടു. ഇനിയും വീഴേണ്ടി വന്ന ഇതിയാനെയും കൊണ്ട് വീഴത്തുള്ള ഞാൻ തീരുമാനിച്ചു. ഇതിപ്പം പിടുത്താൻ കണ്ട വലിയ സ്നേഹമാണ്. വലിയ സ്നേഹമൊന്നും മകളെ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണേ. ദൈവവചനം അനുസരിക്കണം, ദൈവ പ്രമാണം അനുസരിക്കണം. ഒന്ന്, സ്നേഹിക്കുന്ന ഭർത്താവ്, അനുസരിക്കുന്ന ഭാര്യ. ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് സ്നേഹിക്കുന്ന ഭർത്താവും അനുസരിക്കുന്ന. നിങ്ങളുടെ വീട്ടിൽ വരണ്ട, നല്ല പാട്ടുകാരനുണ്ട് എൻ്റെ കൂടെ നിൽക്കും. വേദപുസ്തകത്തിലെ 5 ഗാനങ്ങളുണ്ട്. ഇന്നത്തെ പ്രസംഗം 4 ലെവലിൽ 6 ഗാനങ്ങളുണ്ട് ലൂക്കോസ് വിശേഷം. ഞാൻ തൊട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പാടാൻ നടക്കും. ഇന്ന് കോട്ടയത്തോട്. ഒന്നാമത്തെ പാട്ട് ലൂക്കോസ് വിശേഷത്തിലെ കാര്യം പറയുന്നത് സോങ് ഓഫ് ലവ്. എലിസബത്തിന്റെ പാട്ടാണ്, സ്നേഹത്തിന്റെ പാട്ട്. നമ്മുടെ വീടുകളിൽ സ്നേഹത്തിന്റെ പാട്ട് ഉയരണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓർപ്പയുടെ അർത്ഥം, ഓർപ്പ എന്ന വാക്കിന്റെ അർത്ഥം കനകപ്രിയ എന്നാണ്. ലൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം പങ്കാളി എന്ന. കനകപ്രിയ. ചില പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ കലപ്പുണ്ടാക്കാൻ എന്നാ മാർഗം ഉണ്ടെന്ന് പറയാം. സമാധാനം കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഭർത്താക്കന്മാരോട് കയറി വരുമ്പോഴേ അങ്ങ് തുടങ്ങും. എൻ്റെ വീട്ടിൽ ചില അമ്മായിയന്മാരുണ്ട്, അതൊക്കെ പറയാൻ തന്നെ. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച പിന്നെ പറയണേ, ഇപ്പം നമ്മൾ പറഞ്ഞേക്കാം. ഒരു അധ്യാപകം ഒരു പെൺകൊച്ചിനോട് പിള്ളേരോട് ചോദിച്ചു, മുമ്പിൽ ഏറ്റവും നല്ല മരുമകളാരാണ്? അപ്പൊ ആ പെൺകൊച്ചു പറഞ്ഞു ഹൗവയായിരുന്നു. അതെന്താ കാരണം? ഹൗവായിക്ക് അമ്മായിയമ്മയില്ല. മക്കളെ, നിങ്ങളോടും പറയാം, ഞാൻ പിന്നെ പറഞ്ഞിപ്പാന്ന് പറയാം. അങ്ങോട്ട് വരുന്ന ആരാന്നറിയാവോ? ആരാ? മോള്. ഇങ്ങോട്ട് വരുന്നതോ മോനെ കേട്ടോ. ഞാൻ ഈയുടെ കല്യാണം കൊണ്ടുപോയി അമ്മ പറഞ്ഞു, എൻ്റെ മോനെ അമ്മായിമ്മയൊന്നും വേണ്ട, മോനും ഒന്നിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്തവർ ഉപദ്രവിക്കുന്നത്. എല്ലാവരോടും പറയാം, നിങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ ജീവിച്ചില്ലേ, അത് ജീവിക്കട്ടെ. 80% ഡൈവോഴ്സിന്റെ കാരണം അപ്പനും അമ്മയോ. പണ്ട് 5-8 പിള്ളേരുണ്ടായിരുന്നു. കിലോമീറ്റർ കാലം കെട്ടിച്ചു വിടുവായിരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ കാണാൻ വന്നെങ്കിലായി. ഇപ്പൊ ഈ സാധനം ഇങ്ങനെ വെച്ചേക്കുക, അങ്ങോട്ട് തിരിയടി ഇങ്ങോട്ട് തിരിയടി എല്ലാം. ആ നിൽക്കാൻ നീ പോരടി മോളെ. ഇയാളെ ഒരു ഡൈവോഴ്സിന് ഞങ്ങൾ സത്യം പറയാം, പ്രശ്നം പെണ്ണിങ്ങി പോരാൻ പറഞ്ഞു. എന്താണെന്നറിയാം, പെണ്ണ് എപ്പോഴും പറയാം സ്നേഹം എല്ലാം ക്ഷമിക്കും, എല്ലാം പൊറുക്കും, എല്ലാം മറക്കും. സ്നേഹം ഉണ്ടാകും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തീരുമാനമെടുത്തു എപ്പോഴും വഴക്കാൻ കൂട്ടിക്കും സംസാരം. അതുകൊണ്ട് നമുക്കിനി തമ്മിൽ പറയണ്ട. ഒരു ഡയറി രണ്ടുപേരും വാങ്ങുക, എന്നിട്ട് എഴുതുക. നിങ്ങളുടെ കുറ്റം ഞാൻ എഴുതുക, എൻ്റെ കുറ്റം നിങ്ങൾ എഴുതണം. എന്നിട്ട് ഡിസംബർ 30 അല്ലെങ്കിൽ ഓരോ 31-ന് നമുക്ക് മാസാമാസം കണക്ക് തനിയെ ഉണ്ടാക്കിയാൽ മതി. ദിവസമാണ് അങ്ങനെ വാങ്ങുമ്പോൾ ഒരു ഡയറി, ഭാര്യയോട് ഡയറി എഴുതാൻ തുടങ്ങി. കുരുകുന ഇങ്ങോട്ട് നോക്കുക. 31-ാം തീയതി വരെ എഴുതി. പെണ്ണുമ്പോൾ എഴുതാം. എഴുതിയിട്ട് 31-ാം തീയതി വരെ എഴുതി ഡയറി കൊണ്ടുവന്നു. തുറക്കാമെന്ന് പറഞ്ഞു. വായിക്കാൻ തുടങ്ങി. പെണ്ണുമ്പുള്ള മൊത്തം എഴുതിയേക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഇവിടുത്തെ പെണ്ണിനെ കണ്ടപ്പോൾ അങ്ങോട്ട് നോക്കും.
ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഇഡ്ഡലി 4 മണിക്കൂർ കഴിച്ചുള്ളൂ. ഈ ഈയിടെയായിട്ട് എൻ്റെ ഫുഡ് പിടിക്കുന്നില്ല. മൊത്തം എടുത്ത അവസാനം പറഞ്ഞു ഇനി അമേരിക്ക നിങ്ങളുടെ എടുത്തു കൊണ്ടുപോവാ, എൻ്റെ കുറ്റം കേൾക്കട്ടെ. അവൻ മുക്കുകൊണ്ടുപോയി. 1-ാം പേജ് മറിച്ചൊന്നുമില്ല, 2-ാം പേജ് മറിച്ചൊന്നുമില്ല, 1-ാം പേജ്. അവസാന പേജിൽ എഴുതിയിരിക്കുന്നു I love you. സ്നേഹം ദീർഘമായി ഉള്ളിൽ സ്നേഹമുണ്ട്. കുടുംബജീവിതം ക്ഷമയുടെ പാഠശാല. ഈ ഇത്രയും കല്യാണം നടത്തി ഇതുപോലും നല്ലൊരു ഓഡിയൻസിനെ കിട്ടി. ക്ഷമിക്കണം. സോറി എന്നും ഫോർഗീവ് എന്നും ഐ ലവ് യു എന്നും ഇടയ്ക്കിടയ്ക്ക് പറയണം. കേൾക്കുന്നുണ്ട്? സോറി, ഫോർഗീവ് മീ. ഈ നമ്മുടെ ആണുങ്ങളുടെ കുഴപ്പം വല്ലവരെയൊക്കെ സ്നേഹിക്കും, പെണ്ണുങ്ങളെ സ്നേഹിക്കും. സ്നേഹിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ അച്ചായന്മാർക്ക് അറിയില്ല. ഇയാളെ ഒരു അച്ചായൻ പറഞ്ഞു, ഞാൻ അവിടെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല. ഞാൻ പ്രകടിപ്പിച്ച അവരുടെ തലയിൽ കയറില്ല. സ്നേഹിച്ചാൽ മാത്രം പോരാ, പ്രകടിപ്പിക്കണം. നമ്മുടെ അച്ചായന്മാർ നല്ലോണം വീട്ടിൽ പോയി ഒരു കോഴിക്കറിയോ ഒരു ചിക്കൻ കറിയോ അല്ലെ കിട്ടിയോ വന്നിരുന്നോ ഓട്ടര മോളിക്കറി മോളിക്കുട്ടിയുടെ കറിയാ വറി. ഈ കുട്ടിയുടെ കോഴിക്കറി അവിടെ പറയാം. എന്നാ പിന്നെ അവിടെ പോയി പോകാം. മണം മാറുന്നില്ല, മണം പിടിക്കില്ല. മക്കളെ വല്ലപ്പോഴൊക്കെ പ്രശംസിക്കണം കേട്ടോ. എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാവും, എല്ലാം ഉണ്ടാക്കാനൊക്കെ പഠിക്കും. കവിയുടെ പാട്ടാ ശക്തനായവൻ എനിക്ക് വിശ്വാസം. നിങ്ങളോടൊക്കെയാ പറഞ്ഞു വിശ്വാസം പാടില്ല. മക്കളെ പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ വരും. ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾ ധൈര്യം, ഒരാൾ ക്ഷീണിക്കുമ്പോൾ മറ്റൊരാൾ ശക്തി. നിങ്ങളോടുകൂടെ പറയും. അബ്രഹാം ഇസ്ഹാഖൂടെ മുറിയായപ്പോൾ ഇസ്ഹാഖിനെ ചോദിച്ചു, അപ്പാ തീയുണ്ട് കത്തിയുണ്ട് പറ മക്കളെ, ആ വസ്തു നീ തന്നെ ആടാ പിടിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ ഇയാൾ ഉണ്ടാക്കിയതല്ല, ഇയാൾ അനുഭവിക്കാൻ ഞാൻ വീട്ടിൽ പോകും. നിങ്ങളോട് പറയും, നിങ്ങളുടെ ഭർത്താവ് ഭാര്യയിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തരുത്, ധൈര്യപ്പെടുത്തണം. അതവിടെ ആത്മഹത്യ വരുന്നേ, കുടുംബമായ ആത്മഹത്യ വരുന്ന അതാണ്. ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം, മക്കൾ തളരുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം, അപ്പനും അമ്മയും തളരുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തും. എന്താ പറയേണ്ടത്? ഹോവായിരുതേ. കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവം കരുതും, ദൈവം കരുതും. നമ്മെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം നമ്മളെ കൈവിടിരുന്നു. അടുത്തത് സോങ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ. അതാണ് സഖരിയ. അവൻ തന്റെ ജനത്തെ സന്ദർശിക്കും, നീയോ വലിയവനാണ്. ഇവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ജാതരുത്. നമ്മുടെ പിതാക്കന്മാർക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നം അവിടെ ഉണ്ട്. കയറെടുത്തില്ല, എടുത്തി ചാടിയില്ല, പിള്ളേരെ കണ്ടു. ഇതൊക്കെ ഞങ്ങൾ പറയേണ്ടതല്ലേ? എന്തോ ഞാൻ ഈ ലോകം ഇവിടെ മലയാളികളോടെല്ലാം പോയി. അപ്പൊ ഞാൻ ഈ മറ്റന്മാരി കുഞ്ഞുങ്ങളുടെ കൂടി ഇരിക്കുന്ന കാഴ്ചയുടെ കണ്ടതാണ്. കൊന്നിരുന്നെങ്കിലോ? മനസ്സിലായോ? പ്രശ്നം വരുമ്പോൾ കൊല്ലരുത് കുഞ്ഞുങ്ങളെ. നിന്റെ ആയുസ് നിന്നെ കൊണ്ട് സാധിക്കാതെ ദൈവം നിന്റെ തലമുറയെ കൊണ്ട് സാധിക്കും. പ്രതിസന്ധി വരുമ്പോൾ ഞാൻ വിളിച്ചോന്നും കൊണ്ട് കിട്ടുതാരെ പൊട്ടിച്ചിട്ട് ഓടത്ത്. ഞാൻ ഇംഗ്ലീഷിൽ ട്രെയിൻ പോകുമ്പോഴേ മുഖങ്ങളിൽ പ്രത്യേകിച്ച് കൊണ്ടാണ്ടിൽ ഒത്തിരി മുഖങ്ങൾ അല്ലേ ഇരുട്ടുണ്ട്. അപ്പം ചാടരുത്. പ്രസ്ത എഞ്ചിൻ ഡ്രൈവർ വിശ്വസിക്കുക, ഈ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. ജിജോയോടും സുജിതയോടും പറയാനുള്ള പ്രശ്നം വരുമ്പോൾ ഇവിടെ പൊട്ടിക്കാനും ഒന്നുമില്ല, വലിച്ചെറിയാനും ഒന്നുമില്ല. ആകെയുള്ള ഒരു സർട്ടിഫിക്കറ്റ്. എന്നാ പഠിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ഓടരുത്, അകത്തിരിക്കുക. നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരും, ദൈവം നിങ്ങളെ വെളിച്ചത്തിൽ കൊണ്ടു. സോങ് ഓഫ് ഹോപ്പ്. അടുത്തത് സോങ് ഓഫ് വർഷിപ്പ്, ദൂതന്മാരുടെ പാട്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവം പ്രസാദം മനുഷ്യർക്ക്. കേട്ടോ, നിന്റെ വീട്ടിൽ സോങ് ഓഫ് പ്രൈസ്, ആരാധന ഗീത ഉയരണം. ഞാൻ എല്ലാ കല്യാണം പറയും, എന്നോട് വരുന്നവർ എപ്പോഴും കേൾക്കുന്നു. രാവിലെയും വൈകിട്ടും ദൈവത്തെ ആരാധിക്കും.
നാട്ടുകാരുറങ്ങാൻ പോയി നമ്മുടെ അപ്പന്മാരുടെ പാട്ട് കേൾക്കും. നാട്ടുകാരുണർന്നത് നമ്മുടെ അപ്പന്മാരുടെ പാട്ട്. എന്തിനാ? ഇവിടെ വരുന്ന പലരുണ്ട്, CSA, CMSA, എല്ലാ വീട്ടിലും സന്ധിപ്പാണ്. ഹൈന്ദവ സഹോദരങ്ങൾ നാമം ജപിക്കില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പോയത് ദൈവാശ്രയം പോയി. എത്ര വീട്ടിലുള്ള കുടുംബ പ്രാർത്ഥന, എത്ര വീട്ടിലുണ്ട് സന്ധ്യാപ്രാർത്ഥന. ജിജോയോടും സുജിതയോടും എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങരുത്. എവിടെ പോയാലും അവൻ പകുതി കൂടി വന്ന് രണ്ടുപേരും ഒന്നിച്ചിരുന്നു വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കും. ഈ സ്റ്റാൻലി ആദ്യം പാടി പാട്ടെന്ന് ഹൃദയസ്പർശകമായി. എന്താ ആരും എനിക്കില്ലെന്നോ, അനേകനായിത്തീരുന്നു മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അമ്മാച്ചൻ കരുതിയില്ലേ, അപ്പച്ചൻ കരുതിയില്ലേ, ദൈവം കരുതും. ഞാൻ പറഞ്ഞ പ്രശ്നം വന്നപ്പോൾ അവർ കണ്ടിച്ചാടാൻ കരുതുന്നത് ദൈവമുണ്ട്. എന്റെ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകും. കുഞ്ഞാടാകും നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് ബർത്ത്ഡേ. നീ കരഞ്ഞപ്പോൾ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം. ബാക്കി സമയമെല്ലാം നീ അമ്മയാണോ നീ വഴി കാണിക്കുന്നത്? ഈ അമ്മയോടാണോ നീ ക്രൂരത കാണിക്കുന്നത്? ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായി, ഇന്നത്തെ മരുമോളായി ഇന്നത്തെ അമ്മായി. ഞാൻ പറഞ്ഞു, പൊട്ടിലുണ്ടായിട്ടും നെഞ്ചിൽ പുറക്കിയ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിലാക്കി. അതുപോലെ അപ്പന്മാരും അവർ കരയുന്നില്ലെന്നാണ് അവരും കരയുന്നു, കരച്ചിലുകൾ കാണുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തമാശക്കാരൻ ചാർലി ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കുന്നു. കരയാൻ പെരുമഴയെ തിറക്കി ഞാൻ കരയും. ഈ ദൈവദാസന്മാർ ഈ അപ്പന്മാരുടെ കരയുന്നവരാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ ഇന്നലെ അപ്പൻ കൊണ്ട വെയിലാണ്. ഈ അപ്പനെ ദ്രോഹിക്കരുത്. നമ്മുടെ അപ്പന്മാരോടൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളെ വഴിക്ക് പോകണം. ഒരമ്മയ്ക്ക് 6 മക്കളുണ്ട്, അതിൽ ലെവല്ല സമ്പന്ന. പക്ഷെ ആരും അമ്മയെ നോക്കുന്നു. ഒരു ചെകിന് ആണ്ടി ഓർഡർ ഇട്ടു, അറസ്റ്റ് വാറണ്ട് ഇട്ടു, വന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊടുക്കുക. അന്ന് 6 പേരും ചാരിയാതില്ല. ആടി ഓർഡർ ഇട്ടു, 6 മാസം മാറി മാറി അമ്മയെ നോക്കണം. അവരെഴുതി വെച്ച് നോക്കാം. പക്ഷെ അവർ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഇനിയൊന്നും നോക്കണ്ടാടാൻ കഴിയുമോ? ആത്മഹത്യ ചെയ്തല്ല, ദൈവം കൊണ്ടുവന്നു. കളികളുടെ കല്യാണം ഈ മർമ്മം വലിയത്. ഈ മണവാളൻ മറ്റൊരു മണവാളനും, ഈ മണവാട്ടി മറ്റൊരു മണവാട്ടിക്ക്. ഇന്നലെ ഈ കല്യാണം മറ്റൊരു വലിയ കല്യാണം. ബൈബിൾ പറയുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. മനുഷ്യവർഗത്തിന് വേണ്ടി 2000 വർഷം മുമ്പ് ജഡാവതാരമെടുത്ത് കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിയ നസ്രയനായ യേശു ക്രിസ്തു തൻ്റെ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തെ ചേർപ്പാൻ ഇറങ്ങി വരും. യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് അവനായി ഹൃദയം കൊടുത്ത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ബൈബിൾ കൊടുക്കുന്ന പേരാണ് മണവാട്ടി. കുഞ്ഞാടിന്റെ കാന്തയാകുന്ന സഭയെ വീടുകഴിപ്പാൻ യേശു വരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, യേശു മടങ്ങി വരും. യേശു വരാറായത് വിശ്വസിക്കുന്നവർക്ക് ലോക സംഭവം വിളിച്ചറിയും. ലോകം ചുട്ടടിയും, പൊടുപട പൊട്ടും, കിറുങ്ങും, മത്തനെ പോലെ ചാടും. ഇത് അവസാനിക്കും. ഒരു കൂട്ടം ഭക്തന്മാരൊന്ന് പറന്നു പോകും. 2 കല്യാണങ്ങളുണ്ട്. ഒന്ന് കുഞ്ഞാടിന്റെ കല്യാണം, അത് സ്വർഗത്തിൽ നടക്കും. മറ്റൊരു കല്യാണം ഭൂമി നടക്കും. ഇവിടുത്തെ കാന്തൻ ആന്റി ക്രൈസ്റ്റ്, ഇവിടുത്തെ കാന്ത മർമ്മപുത്രിയാണല്ലോ. ഞാൻ ഇവിടെ മണവാളിന്റെ കൂടെ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ കാണണം. ഒന്നുകിൽ നിങ്ങൾ കുഞ്ഞാടിന്റെ കല്യാണം,
അല്ലെങ്കിൽ നിങ്ങൾ ആന്റി ക്രൈസ്റ്റ് തന്നെയാണ്. എന്തിനായി ഒരുങ്ങുന്നു? എല്ലാ കണ്ണും അടച്ചാട്ട്. തുൽത്തുളം തുറന്ന പോലെ ഈടെയും ചേർത്തരുളി നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നു സുഖി അന്നൽ വേടിയിടുവായി കല്യമോദം ചേർന്നു സുഖി അന്നൽ വേടിയിടുവാനും ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ.